ഇനി ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ദ ബോഡി കോൺസ്റ്റിറ്റ്യുവൻസ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് മെറ്റബോളിസം. എന്താണ് ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ദ ബോഡി കോൺസ്റ്റിറ്റ്യൂവൻറ്റ്? ബോഡി കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് ബോഡി കോൺസ്റ്റിറ്റ്യൂവൻസ്, റൈറ്റ്? We have studied already biomolecules are present inside the cell. That biomolecules, it constitute the body. ഈ ബയോമോളിക്യൂള് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സെൽ, അവർക്ക് ഓരോന്നിനും ഓരോ റോൾ ഉണ്ട് അല്ലേ? ഇപ്പം നമുക്കറിയാം സ്റ്റാർച്ച് വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻസൈഡ് ദ പ്ലാന്റ്സ്, that is used as a stored form of food അല്ലെ? ഗ്ലൈക്കോജൻ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ടില്ലേ, അതും ഒരു സ്റ്റോർഡ് ഫോം ഓഫ് ഫുഡാണ്. അപ്പോൾ ഈ ഓരോ ബയോമോളിക്യൂൾസ്, ന്യൂക്ലിക് ആസിഡ് ഇറ്റ് ഈസ് എ ജനറ്റിക് മെറ്റീരിയൽ which has its own function അല്ലേ? അപ്പോൾ ഓരോ ബയോമോളിക്യൂളിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. ഈ ബയോമോളിക്യൂൾസ് ഓരോ ബയോമോളിക്യൂളിനും ഓരോ ടേൺ ഓവർ നമ്പർ ഉണ്ട്. എന്താണ് ടേൺ ഓവർ നമ്പർ എന്ന് പറഞ്ഞാൽ? ടേൺ ഓവർ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ ബയോമോളിക്യൂൾസ് ചുമ്മാ അങ്ങനെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. ഇറ്റ് വിൽ അണ്ടർഗോ കോൺസ്റ്റന്റ്ലി, ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ചേഞ്ചസ്. കുറേ ചേഞ്ചസ് ഇതിനുണ്ടാകുന്നുണ്ട്. അതായത് ഒരു ബയോമോളിക്യൂൾ, ഒരു സെല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന ബയോമോളിക്യൂൾ, ഇറ്റ് undergo some chemical reactions, that is biochemical reaction, and it will be converted into another form, and we can see the same molecule, it is formed from other molecule by some metabolic reactions. appo ee oru rate of conversion of this molecule into other compound, rate of formation of this molecule from other compound, adayathu ee oru particular molecule eduthu kayinja aa molecule inde rate of conversion to other molecule and ഈ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ ഫ്രം അതർ മോളിക്യൂൾ, അതായത് ഈ അതിൻ്റെ ഫോർമേഷനും ബ്രേക്ക് ഡൗണും എല്ലാം നടക്കുന്ന ഒരു സ്പീഡിനെയാണ് നമ്മൾ അതിന് എന്ത് പറയാം? ടേൺ ഓവർ നമ്പർ എന്ന് പറയാം. മീൻസ് ഓൾ ദ ബയോ മോളിക്യൂൾസ് വിച്ച് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ സെൽ വിൽ ബി ഹാവിങ് എ ടേൺ ഓവർ നമ്പർ. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ബീങ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ബീങ് broken to produce some other compounds. Okay. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദ സെൽ വിൽ ബി ഓൾവേസ് ഇൻ എ ഡൈനാമിക് സ്റ്റേറ്റ്. അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലാണ്. അതിൻ്റെ മൂവ്മെന്റ് നിന്ന് എന്താണ്? ദ സിസ്റ്റം ഇറ്റ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം സ്റ്റേജ്. ഇഫ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം സ്റ്റേജ് ഇറ്റ് വിൽ നോട്ട് വർക്ക് അഗെയിൻ. ദാറ്റ് മീൻസ് ദ ലൈഫ്, that property of life, it has stopped. ലൈഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി തന്നെ എന്തായിപ്പോവും? സ്റ്റോപ്പ് ആയിപ്പോവും അല്ലേ? ഇവിടെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സർട്ടൻ മോളിക്യൂൾസ് ആസ് ബയോമോളിക്യൂൾസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ മോളിക്യൂൾ, ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് വിൽ ബി ഡിസോസിയേറ്റഡ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അതേപോലെ തന്നെ ഇഫ് ഫ്രം an amino acid, one carbon dioxide, if it is removed, that will convert in the form of amide. That is another example. And we can see some other examples like what to say, nucleotides it join together to become as nucleic acid in the polymerization reaction. അങ്ങനെ കുറേ എക്സാമ്പിൾസ് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ സ്റ്റഡി ആയിട്ട് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കണം. അതിനു വേണ്ടിയിട്ട് അത്ര ഈസി ആയിട്ടൊരു പ്രോസസ്സ് അല്ല ഇത്. ബിക്കോസ് ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കണമെങ്കിൽ there should be somebody to enhance this reaction, that is known as the chemical reaction enhancing factor as catalyst, biocatalyst ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് enzymes ആണ് കേട്ടോ. So here the catalytic power of enzymes that will enhance this biochemical reaction, that will make this cell in a dynamic condition, means continuously moving condition like ആക്കി വെക്കും. Okay, so this is all about the dynamic condition of the cell. Dynamic condition of the cell എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഡൈനാമിക് കണ്ടീഷൻ ഓഫ് സെൽ എന്ന് പറയുന്നത്. അവിടെ ഡൈനാമിക് സ്റ്റേറ്റ് വരാനുള്ള കാരണം ബയോമോളിക്യൂൾസ് സെല്ലിൽ ഇരിക്കുന്നത് കൊണ്ടും ഓരോ ബയോമോളിക്യൂളിനും ഒരു ടേൺ ഓവർ നമ്പർ ഉള്ളത് കൊണ്ടുമാണ്. ഈ ബയോമോളിക്യൂളിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത്, അവരുടെ ടേൺ ഓവർ റേറ്റ് എന്ന് പറയുന്നത് എത്രമാത്രം ആ സെയിം ബയോമോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യുന്നുണ്ടോ, എത്രമാത്രം അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ടോ, ഈ ഒരു കൺവേർഷനെയാണ് അവിടെ ടേൺ ഓവർ എന്ന് പറയുന്നത്. ആ ടേൺ ഓവർ എത്രമാത്രം ഉണ്ടാവുമെന്ന് ഡിസൈഡ് ചെയ്യുന്ന, അതിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്ന എൻസൈംസ് ആണ് കേട്ടോ. ഓരോ എൻസൈമിനും ഒരു ടേൺ ഓവർ നമ്പർ ഉണ്ട്. അപ്പോൾ ആ ടേൺ ഓവർ ഓഫ് എ പർട്ടിക്കുലർ
particular molecule, it is decided by the enzyme. Because of that, we will say each enzyme will be having a turnover number. അപ്പോൾ ഈ ബയോമോളിക്യൂൾസ് ഇങ്ങനെ കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം the cell will be always in a dynamic state. Now what is this metabolism? Metabolic basis for living അല്ലെങ്കിൽ മെറ്റാബോളിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് എന്താണ് എ ലിവിങ് ഓർഗാനിസംസ് ഡെഫിനിറ്റ് പ്രോപ്പർട്ടി മെറ്റാബോളിസത്തിൽ എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നടക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? സോ ഹിയർ വൺസ് അഗൈൻ വി വിൽ സി മെറ്റാബോളിസം ഈസ് നത്തിങ് ബട്ട് ബയോകെമിക്കൽ റിയാക്ഷൻ വിച്ച് ഒക്കേഴ്സ് ഇൻസൈഡ് ദ സെൽ. മെറ്റാബോളിസം എന്ന് പറയുന്നത് എന്താണ്? ബയോകെമിക്കൽ റിയാക്ഷൻസ് ആണ്. ബയോകെമിക്കൽ റിയാക്ഷൻസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന മോളിക്യൂൾസ് ഏതാണ്? ബയോമോളിക്യൂൾസ് ആണ് അല്ലേ? സോ ദിസ് ബയോമോളിക്യൂൾസ് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് സർട്ടൻ ചേഞ്ചസ് by breakdown and synthesis process. That process is called as metabolism. അതിനെ കോമൺലി പറയുന്ന പേരാണ് മെറ്റബോളിസം. മെറ്റബോളിസം നമുക്ക് രണ്ട് തരത്തിൽ കാണാൻ പറ്റും. That is catabolism and anabolism. Metabolism, there are two different types. That is catabolism and anabolism. Catabolism എന്ന് പറഞ്ഞാൽ that is a breakdown process. Catabolism is a breakdown process and it is exothermic breakdown process. And it is exothermic. Exothermic എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എക്സോതെർമിക് എന്ന് പറയുന്നത്. ഈ എക്സോതെർമിക് റിയാക്ഷൻ വഴി ഹീറ്റ് എനർജി റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി കറൻസി എന്ന് പറയുന്നതാണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഓർ ATP. ഈ ATP മോളിക്യൂൾ ഒരു റൈബോന്യൂക്ലിയോടൈഡ് ആണ് കേട്ടോ. ദിസ് ATP മോളിക്യൂൾ ഈസ് എ റൈബോന്യൂക്ലിയോടൈഡ്. അതിന് കാരണം എന്താ നമ്മൾ അങ്ങനെ പറയാ? ഹിയർ this will be made with a ribose sugar and one adenine base and phosphoric acid. Okay, deoxyribose sugar alla idoru ribose sugar aanu. Idorike choichoru question aanu. ATP molecule is a ribonucleotide, deoxyribonucleotide, ribonucleoside anganekku പറഞ്ഞിട്ടായിരുന്നു options കൊടുത്തിട്ടുണ്ടായിരുന്നെ. Here ATP molecule will be like this. It is not single phosphate, it will be having triple phosphate. So these phosphate groups, it will be attached to AMP molecule, adenosine monophosphate molecule, one by one, by using the heat energy which is liberating from the catabolic reaction. Catabolic reaction in the release ചെയ്യുന്ന heat energy വെച്ചിട്ട് adenosine monophosphate അല്ലെങ്കിൽ adenosine diphosphate ലേക്ക് ഒരു ഫോസ്ഫേറ്റും കൂടെ ആഡ് ചെയ്ത് വെക്കും in the catabolic reaction. So catabolic reaction is a breakdown process where we can see the biomolecule, it is undergoing oxidation or breakdown, and it will be helping synthesizing ATP by using heat energy liberating from this reaction. Okay, now next one is anabolism. It is a build-up process, and it is endothermic. And we can see endothermic reaction in which ATP is utilized. ATP produce ചെയ്യില്ല ചെയ്യുക, ATP is utilized. അപ്പോൾ ഇതൊരു എനർജി എക്സ്പെൻസ് പ്രോസസ് ആണെങ്കിൽ ദിസ് ഈസ് എൻ എനർജി ലിബറേറ്റിംഗ് പ്രോസസ്. അപ്പോൾ ഇത് രണ്ടുമാണ് മെറ്റാബോളിക് റിയാക്ഷൻസിൽ നമ്മൾ കാണുന്നത് കേട്ടോ. സോ ഹിയർ ഈ ATP മോളിക്യൂൾ ഉണ്ടാക്കി വെക്കുന്ന ATP മോളിക്യൂൾ നമ്മൾ വീണ്ടും ബയോസിന്തറ്റിക് പാത്വേയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ ഇവിടെ നോക്കിക്കേ, എൻഡോതെർമിക് റിയാക്ഷൻ ATP ഈസ് യൂട്ടിലൈസ്ഡ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനത്തെ റിയാക്ഷൻസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ പറയുന്ന ATP മോളിക്യൂൾ യൂസ് ചെയ്യും. സോ വി വിൽ സേ ദിസ് ഈസ് എ എനർജി liberating, this is an energy currency of the living cell. ലിവിങ് സെല്ലിന്റെ ഒരു എനർജി കറൻസിയാണ് ഈ പറയുന്ന ATP മോളിക്യൂൾ. ഇനി നമുക്ക് ലിവിങ് സ്റ്റേറ്റ് ഓഫ് ദ ബോഡി എന്താന്ന് നോക്കാം. എന്താണ് ലിവിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസം ടു സീ ദാറ്റ് ഇറ്റ് ഈസ് ലിവിങ് ഓർഗാനിസം ഓർ ലിവിങ് സ്റ്റേറ്റ്, that organism should undergo these kind of metabolic activities. ഈ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു ഡൈനാമിക് സ്റ്റേറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഓർഗാനിസം ഈസ് ഡെഡ്. സോ ഹിയർ ലിവിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ
പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലിവിങ് സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ബയോകെമിക്കൽ റിയാക്ഷൻ ഇറ്റ് വിൽ ബി continuously going on എന്ന് പറഞ്ഞാൽ ദ ലിവിങ് സിസ്റ്റം ദേ ഷുഡ് നെവർ അറ്റൈൻ ഇക്വിലിബ്രിയം. നമ്മൾ ഫിസിക്സ് പ്രകാരം ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് നോ ഫർദർ റിയാക്ഷൻ ഇൻ ദാറ്റ് റൈറ്റ്. അവിടെ റിയാക്ഷൻ ഇല്ലെങ്കിൽ എന്താണ് ദ സിസ്റ്റം ഈസ് ഡെഡ് ഹിയർ. അത് ലിവിങ് സിസ്റ്റം ഡെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് എന്താവില്ല, അഗെയിൻ ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു വർക്ക് റൈറ്റ്. സോ ദ living state to maintain, they have to undergo a steady state of reaction. It should be in a steady state it should be performing its work. ആ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് അറ്റൈൻ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് വർക്ക് എന്തിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും, ഒരു ലിവിങ് സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും. അതാണ് ആ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ദ ലിവിങ് സെൽ അല്ലെങ്കിൽ ലിവിങ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ലിവിങ് റിയാക്ഷൻ ദാറ്റ് വിൽ ബി occurring because of this metabolic reaction. Metabolic reaction always try not to attempt equilibrium. Equilibrium attain ചെയ്യാതെ അതിങ്ങനെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. equilibrium attain ചെയ്താൽ എന്ത് പറ്റും, the system it will get stop or the living organism it will be dead. അപ്പോൾ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ ലൈഫ് നിലനിർത്തണമെങ്കിൽ മെറ്റാബോളിക് റിയാക്ഷൻസ് ഇറ്റ് ഹാസ് ടു ബി അണ്ടർഗോൺ കണ്ടിന്യൂസ്ലി. ഓക്കെ, ഇനി നമുക്ക് ഈ മെറ്റാബോളിക് റിയാക്ഷൻസിനെയൊക്കെ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന എൻസൈംസിനെയാണ് നമുക്കിനി പഠിക്കാനുള്ള. That we will see in the next session. It is an easy portion but many questions used to ask from this enzyme portion. Okay, ഇത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസെപ്റ്റ് ഓഫ് മെറ്റബോളിസം കൊടുത്തിട്ടുണ്ട്, അതേപോലെ മെറ്റാബോളിക് ബേസിസ് ഫോർ ലിവിങ്, അതുപോലെ ലിവിങ് സ്റ്റേറ്റ്, ഇങ്ങനെ 3 പാരഗ്രാഫായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് പരത്തി എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. Now we will see in the next session the enzyme.